വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് 3 EVS ആണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ആണ് കേട്ടോ. മലയാളം മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് വേറെ ചെയ്തിട്ടുണ്ട്. മലയാളം മീഡിയം കുട്ടികൾ മലയാളം മീഡിയത്തിനായിട്ട് ചെയ്തിട്ടുള്ള ക്ലാസ് കാണുക. ഇത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. EVS ഓണം എക്സാം ക്ലാസ്. റെഡിയാണോ? റെഡിയാണോ? യെസ്, റെഡിയാണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. First question, do you think all the plants you see are similar? നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണോ? ആണോ? നിങ്ങളുടെ വീട്ടിൽ പ്ലാവുണ്ട്, റോസയുണ്ട്, മാവുണ്ട്, കറ്റാർ വാഴയുണ്ട്, എല്ലാം ഒരുപോലെയാണോ? നോ, വ്യത്യാസമുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ what are the differences? എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? What are the differences? എന്തിലൊക്കെ വ്യത്യാസമുണ്ട്? സൈസ്, പ്ലാവ് വലുതാണ്, റോസ് അതിനേക്കാളും ചെറുതാണ്, കറ്റാർ വാഴ അതിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഓരോ ചെടികളും, ഇപ്പൊ മുക്കുറ്റി അതിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഓരോ ചെടികളും സൈസ് വ്യത്യാസമാണ് അല്ലേ? അപ്പോൾ ഒരു കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്, വാട്ട് ആർ ദ ഡിഫറൻസസ് എന്ന് ചോദിക്കുമ്പോൾ സൈസ് വ്യത്യാസമാണ്. എല്ലാ ചെടികളുടെയും സൈസ് വ്യത്യാസമാണ്. ഇനി വേറെ എന്ത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്? എല്ലാ ചെടികളുടെയും ഷേപ്പ് ഒരുപോലെയാണോ? ഷേപ്പ് ഒരുപോലെയാണോ? നോ, ഷേപ്പ് ഒരുപോലെയല്ല. അപ്പോൾ സൈസ് ഒരുപോലെയല്ല, ഷേപ്പ് ഒരുപോലെയാണോ? അല്ല, ഷേപ്പ് വ്യത്യാസമുണ്ട്. ഷേപ്പ് ഒരുപോലെയല്ല. ദാ ഈ പ്ലാവിനെ പോലെയല്ല ചീര നിൽക്കുന്നത്. രണ്ടിനെയും ഷേപ്പ് വ്യത്യാസമാണ്, ആകൃതി വ്യത്യാസമാണ്. ഇനി സ്മെൽ, എല്ലാ ചെടികൾക്കും ഒരേ മണമാണോ? അല്ല, മണം വ്യത്യാസമാണ്. സ്മെൽ വ്യത്യാസമുണ്ട്. സ്മെല്ലിൽ വ്യത്യാസമുണ്ട്. ഇനി എല്ലാ ചെടികളുടെയും കളർ ഒരുപോലെയാണോ? പ്ലാവിന്റെ കളറാണോ ചീരയ്ക്ക്? നോ, ചെടികളുടെ കളർ വ്യത്യാസമുണ്ട്. ചെടികളുടെ കളർ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങൾ ഡിഫറൻസസ് എന്തൊക്കെയാണ്? എല്ലാ ചെടികളും സിമിലർ ആണോ? നോ. എല്ലാ ചെടികളും സിമിലർ ആണോ? ഒരുപോലെയാണോ? സിമിലർ ആണോ? നോ, സിമിലർ അല്ല. വാട്ട് ആർ ദി ഡിഫറൻസസ്? എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? സൈസിൽ വ്യത്യാസമുണ്ട്, ഷേപ്പിൽ വ്യത്യാസമുണ്ട്, സ്മെൽ വ്യത്യാസമുണ്ട്, കളർ വ്യത്യാസമുണ്ട്. ഷേപ്പ്, സ്മെൽ, കളർ, സൈസ്, ഇത് വ്യത്യാസമാണ്. ഇതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എല്ലാ ചെടികളും സൈസ് വ്യത്യാസമാണ്, ഷേപ്പ് വ്യത്യാസമാണ്, സ്മെൽ വ്യത്യാസമാണ്, കളർ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇത് എന്തല്ല? സിമിലർ അല്ല. ഓർമ്മയിരിക്കുമല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ. ഇവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നെയിം ഓഫ് ദ പ്ലാന്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി ആ പ്ലാന്റിന്റെ സ്റ്റെം എങ്ങനെയുള്ളതാണ്, അതിന്റെ സൈസ് എങ്ങനെയുള്ളതാണ്, ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്, അത് എത്ര ദിവസം ജീവിക്കുന്നു, അതിന്റെ കാലം എത്ര കാലം അത് നിലനിൽക്കുന്നു, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അവിടെ സോഫ്റ്റ് ആണോ, ഹാർഡ് ആണോ, വെരി ഹാർഡ് ആണോ, സ്റ്റെം സോഫ്റ്റ് ആണോ, സ്റ്റെം ഹാർഡ് ആണോ, സ്റ്റെം വെരി ഹാർഡ് ആണോ എന്നാണ് നോക്കുന്നത്. സൈസ് എന്ന് പറയുന്നത് സ്മോൾ ആണോ, ബിഗ് ആണോ, വെരി ബിഗ് ആണോ എന്നാണ് നോക്കുന്നത്. ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്, ഇത് ഇത്ര കാലം നിലനിൽക്കുന്നു. മന്ത്സ് മാസങ്ങളാണോ, ഇയേഴ്സ് വർഷങ്ങളാണോ, മെനി ഇയേഴ്സ് വളരെയധികം വർഷങ്ങളാണോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീരയുടെ സ്റ്റെം സോഫ്റ്റ് ആണോ, ഹാർഡ് ആണോ, വെരി ഹാർഡ് ആണോ? ചീര സോഫ്റ്റ് ആണ്. ചീരയുടേത് സോഫ്റ്റ് ആണ്. അതിന്റെ സൈസ് എന്താണ്? സ്മോൾ ആണ്. സ്മോൾ സൈസ്. ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്, അത് എത്ര ദിവസം നിലനിൽക്കും? മാസങ്ങൾ, മന്ത്സ്. അപ്പോൾ സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെടിയാണ്,
സ്മോൾ പ്ലാന്റ് ആണ്. സ്മോൾ പ്ലാന്റിന്റെ പ്രത്യേകത എന്താ? അതിന്റെ സ്റ്റെം സോഫ്റ്റ് ആയിരിക്കും. ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? മന്ത്സ്. ഓക്കെ. ഹിബിസ്കസ് ചീരയെക്കാളും, സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീരയെക്കാളും വലുതാണ് ഹിബിസ്കസ്, ചെമ്പരത്തി. ഹിബിസ്കസ് ചീരയെക്കാളും വലുതാണ് ഹിബിസ്കസ്. അതിന്റെ സ്റ്റെം സോഫ്റ്റ് ആയിരിക്കോ? സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിരൽ കൊണ്ട് മുറിച്ചാൽ മുറിയണം, അതാണ് സോഫ്റ്റ്. ഇനി കൈ കൊണ്ട് മുറിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഹാർഡ്. നമ്മളുടെ കൈ കൊണ്ട് മുറിക്കാൻ പറ്റുന്ന കോടാലി കൊണ്ട് മുറിക്കുന്നതാണെങ്കിൽ വെരി ഹാർഡ്. അപ്പോൾ ഹിബിസ്കസ് എങ്ങനെയാ ഒടിക്കാൻ പറ്റുക? കൈ കൊണ്ട് മുറിക്കാൻ പറ്റും അല്ലേ? വിരൽ കൊണ്ട് മുറിക്കാൻ പറ്റില്ല, കൈ കൊണ്ട് മുറിക്കാൻ പറ്റും. രണ്ട് കൈ ഉപയോഗിച്ച് നമുക്ക് മുറിക്കാം. അപ്പൊ അതിന്റെ സ്റ്റെം എന്താണ്? ഹാർഡാണ്. അതിന്റെ സ്റ്റെം ഹാർഡാണ്. അതിന്റെ ഈ ഹാർഡായിട്ടുള്ള സ്റ്റെമ്മിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ബിഗ് ആയിരിക്കും. ചെമ്പരത്തി വലുതാവുമല്ലോ? നല്ല വലുതല്ല, വലുതാവുമല്ലോ. നമ്മുടെ സ്പിനാച്ചിനെക്കാളും ഒക്കെ വലുതാവുമല്ലോ, ബിഗ് ആവും. ഇനി അത് എത്ര കാലം നിലനിൽക്കുക? ഇയേഴ്സ്, വർഷങ്ങളാണ് നിലനിൽക്കുക. അപ്പോൾ ഒരു ബിഗ് സൈസിലുള്ള പ്ലാന്റിന്റെ സ്റ്റെം ഹാർഡായിരിക്കും, അത് ഇയേഴ്സ്, വർഷങ്ങളോളം നിലനിൽക്കും. ഇനി നമ്മുടെ വീട്ടിലുള്ള മാംഗോ ട്രീ എടുക്കാം. മാംഗോ ട്രീ നമ്മുടെ വിരൽ വെച്ച് മുറിക്കാൻ പറ്റുമോ? അതോ കൈ വെച്ച് മുറിക്കാൻ പറ്റുമോ? നോ, വെരി ഹാർഡാണ്. അപ്പോൾ മാംഗോ ട്രീ വെരി ഹാർഡാണ്. ഇനി അതിന്റെ സൈസോ വെരി ബിഗ് ആണ്, വളരെ വലുതാണ്. അത് എത്ര കാലം നിലനിൽക്കും? മെനി ഇയേഴ്സ്. അപ്പൊ ഈ മൂന്ന് ചെടികളും മൂന്നാണ്. ഒന്ന് സ്മോൾ ആണ്, ഹിബിസ്കസ് മീഡിയം ആണ്, മാംഗോ ട്രീ എന്ന് പറയുന്നത് വളരെ ബിഗ് ആണ്, വെരി ബിഗ് ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം പഠിക്കാം. ചെറിയ ചെടികളുടെ തണ്ട് സ്റ്റെം എങ്ങനെയായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും, അത് സ്മോൾ ആയിരിക്കും, മാസങ്ങളെ നിലനിൽക്കുകയുള്ളൂ. ഇനി ഇടത്തരം ചെടികൾ, നമ്മുടെ സ്മോൾ ചെടിയേക്കാളും ഹിബിസ്കസ്, റോസ്, ബോഗൻവില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെടികളില്ലേ, അതിനേക്കാളും ചെറിയ ചെടിയേക്കാളും കുറച്ചുകൂടെ വലുത് മീഡിയം ചെടികൾ, അതിന്റെ സ്റ്റെം എന്തായിരിക്കും? ഹാർഡായിരിക്കും, ബിഗ് സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസ്, അത് ഇയേഴ്സ്, വർഷങ്ങളോളം ജീവിക്കും. ഇനി മരങ്ങൾ, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, അതുപോലെ വലിയ വലിയ മരങ്ങളില്ലേ, കോക്കനട്ട് ട്രീ, അതുപോലെ മരങ്ങൾ നമുക്ക് കൈകൊണ്ടോ വിരൽ കൊണ്ടോ ഒന്നും മുറിക്കാൻ പറ്റില്ല, കോടാലി ഉപയോഗിച്ച് തന്നെ മുറിക്കണം. അതിന്റെ സ്റ്റെം വെരി ഹാർഡായിരിക്കും, അത് സൈസ് എന്ന് പറഞ്ഞാൽ വെരി ബിഗ് ആയിരിക്കും, പിന്നെ അത് നിലനിൽക്കുന്നത് മെനി ഇയേഴ്സ് ആയിരിക്കും. ഇതേ അളവിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ഏറ്റവും ചെറിയ പ്ലാന്റ് പാഡി എന്ന് പറഞ്ഞാൽ അറിയാലോ, നെല്ലിന്റെ പ്രത്യേകത എന്താണ്? സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും, അത് എത്ര കാലം നിലനിൽക്കും? മന്ത്സ്. റോസാ ചെടി, അത് സോഫ്റ്റ് അല്ല, അതിന്റെ സ്റ്റെം അത് കുറച്ചുകൂടെ വലുതാണ്, അപ്പോൾ സ്റ്റെം ഹാർഡായിരിക്കും, സൈസ് ബിഗ് ആയിരിക്കും, അത് ഇയേഴ്സ്, വർഷങ്ങളോളം നിലനിൽക്കും. ഇനി കോക്കനട്ട് ട്രീ, തെങ്ങ്, കോക്കനട്ട് ട്രീ ആണെങ്കിലോ വെരി ഹാർഡാണ്, വെരി ബിഗ് ആണ്, മെനി ഇയേഴ്സ് നിലനിൽക്കും. അപ്പൊ ഇതിൽ നിന്നുമാണ് നമ്മൾ അടുത്ത കാര്യം പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ചെറിയ ചെടികൾ, അതിനേക്കാളും വലിയ ചെടികൾ, അതിനേക്കാളും വലിയ ചെടികൾ, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. ഒന്നാമത്തത് സ്മോൾ പ്ലാന്റ്സ്. നമ്മൾ പഠിച്ച സ്മോൾ സ്റ്റെം സോഫ്റ്റ് ആയിട്ടുള്ള സ്മോൾ പ്ലാന്റ്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഹെർബ്സ്. ഇതിനെന്താ പറയുന്നത്? ഹെർബ്സ് എന്നാണ് പറയുക, ഹെർബ്സ്. ഓക്കെ. അപ്പൊ ചെറിയ സ്റ്റെം സോഫ്റ്റ് ആയിട്ടുള്ള ചെടികളെ പറയുന്നത് എന്താണ്? ഹെർബ്സ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതാനുള്ളത്. അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ് ആണ്. സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസ് ഈസ് സ്മോൾ. ഹെർബ്സിന്റെ പ്രത്യേകത എന്താ? സ്റ്റെം സോഫ്റ്റ് ആയിരിക്കും, സൈസ് സ്മോൾ ആയിരിക്കും, പിന്നെ ഇത് എത്ര ദിവസം നിലനിൽക്കുക? ലാസ്റ്റ് ഫോർ മന്ത്സ് മാത്രമേ നിലനിൽക്കുള്ളൂ, മാസങ്ങളെ നിലനിൽക്കത്തുള്ളൂ. ഇറ്റ് ഓൺലി ലാസ്റ്റ് ഫോർ മന്ത്സ്. മാസങ്ങൾ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? നിലനിൽക്കത്തുള്ളൂ. ഇറ്റ് ഓൺലി ലാസ്റ്റ് ഫോർ മന്ത്സ്, മാസങ്ങൾ നിലനിൽക്കും. പിന്നെ ഇതിന്റെ വേര്, റൂട്ട്സ് നല്ല ഡീപ്പ് ആഴത്തി പോകുമോ? നോ ഡീപ്പ് റൂട്ട്സ്. അപ്പൊ ഇതാണ് എന്തിന്റെ പ്രത്യേകത? ഹെർബ്സിന്റെ പ്രത്യേകത. അപ്പൊ ഹെർബ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെം സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ചെടികൾ. സ്റ്റെം സോഫ്റ്റ് ആയിരിക്കും, സൈസ് ഈ സ്മോൾ ആയിരിക്കും, പിന്നെ അത് മന്ത്സ് മാത്രമേ നിലനിൽക്കുള്ളൂ. ഇറ്റ് ഓൺലി ലാസ്റ്റ് ഫോർ മന്ത്സ്. പിന്നെ അതിന് ഡീപ്പ് റൂട്ട് ഉണ്ടാവത്തില്ല, നോ ഡീപ്പ് റൂട്ട്സ്. മനസ്സിലായോ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്തത് നോക്കാം. സ്മോളിനെക്കാളും മീഡിയം. സ്മോൾ കഴിഞ്ഞു, മീഡിയം.
ഇത് ചെമ്പരത്തി, ഹിബിസ്കസ്, റോസ്, റോസാ ചെടി, അങ്ങനെ തെറ്റി, ഓക്കെ, ഇക്സോറ, ഇതുപോലുള്ള ചെടികളാണ് ഇതിൽ വരിക. ഇതിനെന്താ പറയുക? അതിൻ്റെ സ്റ്റെം എന്തായിരിക്കും? ഹാർഡായിരിക്കും. സ്റ്റെം ഹാർഡായിരിക്കും. ഇതിനെ പറയുന്നത് ഷ്രബ്സ്. ഇതിനെന്താ പറയുന്നത്? കുറ്റിച്ചെടികൾ, ഷ്രബ്സ്. ഇതിനെ പറയുന്നത് എന്താണ്? ഷ്രബ്സ്, കുറ്റിച്ചെടികൾ. ഷ്രബ്സ്, കുറ്റിച്ചെടികൾ. ഇതിന്റെ പ്രത്യേകത സ്റ്റെം എന്തായിരിക്കും? ഹാർഡായിരിക്കും. സ്റ്റെം ഹാർഡായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? വർഷങ്ങളോളം നിലനിൽക്കും. ഇതിന്റെ പ്രത്യേകത എന്താണ്? വർഷങ്ങൾ, വർഷങ്ങളാണ്. ഇറ്റ് ഓൺലി ലാസ്റ്റ് ഫോർ ഇയേഴ്സ്, വർഷങ്ങളാണ് നിലനിൽക്കുക. മറ്റൊരു പ്രത്യേകത, അതിന്റെ സൈസ് എങ്ങനെയാണ്? ബിഗർ ഇൻ സൈസ്, വലിപ്പം കൂടുതലാണ്. വലിപ്പം ചെറുതിനേക്കാളും വലിപ്പമുണ്ട്. ബിഗർ അല്ല, നല്ല ബിഗർ അല്ല, മീഡിയം സൈസ്. എന്താ പറയാ? മീഡിയം സൈസ് നമുക്ക് പറയാം. ഇതിന്റെ സൈസ് എന്താണ്? മീഡിയം. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ്ഡ്. ഷ്രബ്സിന്റെ പ്രത്യേകത മീഡിയം സൈസ്. ഓക്കെ, മീഡിയം സൈസ് ആണ്. ഹാർഡ് സ്റ്റെം ആയിരിക്കും, മീഡിയം സൈസ് ആയിരിക്കും. പിന്നെ ഇത് ഇറ്റ് ഓൺലി ലാസ്റ്റ് ഫോർ ഇയേഴ്സ്. ഇറ്റ് ഓൺലി ലാസ്റ്റ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളാണ് എന്ത് ചെയ്യുക? നിലനിൽക്കുക. മന്ത്സ് അല്ല, വർഷങ്ങൾ നിലനിൽക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതിന്റെ പേരെന്താണ്? ഷ്രബ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഹെർബ്സ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെം സോഫ്റ്റ് ആണ്, സൈസ് സ്മോൾ ആണ്, മന്ത്സ് മാസങ്ങളാണ് നിലനിൽക്കുക. അടുത്ത് നമ്മൾ പഠിച്ചത് ഷ്രബ്സ്. ഷ്രബ്സിന്റെ പ്രത്യേകത ഹാർഡ് സ്റ്റെം ആണ്, മീഡിയം സൈസ് ആണ്, ഇറ്റ് ഓൺലി ലാസ്റ്റ് ഫോർ ഇയേഴ്സ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, ഇതാണ് ഏറ്റവും വലുത്. ഇതിനെന്താ പറയാന്നറിയാവോ? ട്രീസ്. വെരി ടോൾ ആയിരിക്കും, നല്ല ഉയരത്തിൽ വളരും. വി ഗ്രോ വെരി ടോൾ. എങ്ങനെ വളരുക? ഗ്രോ വെരി ടോൾ, നല്ല ഉയരത്തിൽ വളരും. പിന്നെ എൻ്റെ സ്റ്റെം എന്തായിരിക്കും? വെരി ഹാർഡ് ആയിരിക്കും. ഇനി എൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ബിഗ് സൈസ് ആണ്. വെരി അല്ലെങ്കിൽ ബിഗർ ഇൻ സൈസ് ആണ്, വെരി ബിഗ്. അടുത്ത എന്താണ്? ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ മെനി ഇയേഴ്സ്. ഇതെന്താണ്? വർഷങ്ങൾ നിലനിൽക്കും. മെനി ഇയേഴ്സ്, വളരെയധികം വർഷങ്ങൾ നിലനിൽക്കും. നമ്മൾ ആദ്യത്തെ ടേബിളിൽ നിന്ന് ഇത് പഠിച്ചു. അതിൻ്റെ സ്റ്റെം വെരി ഹാർഡ് ആണ്, വെരി ബിഗ് ആണ്, മെനി ഇയേഴ്സ് നിലനിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ച 3 കാര്യങ്ങളുണ്ട്. 3 തരം ചെടികളെ കുറിച്ച് നമ്മൾ പഠിച്ചു, സസ്യങ്ങളെ കുറിച്ച് പഠിച്ചു. ഒന്നാമത് നമ്മൾ പഠിച്ചതാണ് എന്താ? ഹെർബ്സ്. ഇതിന്റെ പേരെന്താണ്? ഹെർബ്സ്. ഹെർബ്സ് എന്നാണ് പേര്. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഷ്രബ്സ്. ഷ്രബ്സ് ആണ് പഠിച്ചത്. മൂന്നാമത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ട്രീസ് ആണ്. അപ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഷ്രബ്സ് തെറ്റിപ്പോലെ. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെർബ്സിനെക്കാളും വലുതാണ്, ട്രീസിനെക്കാളും ചെറുതാണ്. ഓക്കെ, ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ഹെർബ്സിന്റെ സ്റ്റെം സോഫ്റ്റ് ആണ്, ഷ്രബ്സിന്റെ ഹാർഡ് സ്റ്റെം ആണ്, ട്രീസിന്റെ വെരി ഹാർഡ് സ്റ്റെം ആണ്. ഇനി അതിന്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ, മീഡിയം, ബിഗർ. അടുത്ത് പറയുന്നതിന്റെ നിലനിൽപ്പ്. അത് എത്ര ദിവസമാണ് നിലനിൽക്കുക? മന്ത്സ്, ഇയേഴ്സ്, മെനി ഇയേഴ്സ്. തെറ്റില്ലല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇത് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. എക്സാമിന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. തെറ്റാതെ എഴുതുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.